വന്ന് കേരളത്തില് ഏത് വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ ആ വസ്ത്രത്തിന്റെ കളർ ഏതാകണമെന്ന് തീരുമാനിക്കുന്നത് മറ്റാരെങ്കിലുമാണോ? നമുക്ക് വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിൽ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയ വാര്യർ എന്ന നായിക ക്യൂട്ടിക്കൂറയുടെ ഒരു ബ്രാൻഡിന്റെ വേദിയിൽ വരുന്നു. ആ വേദിയിൽ വരുമ്പോൾ ബോട്ടിന്റെ കളർ ചോദിച്ചതാ. ഈ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? പെട്ടെന്ന് അട്രാക്റ്റീവ്, അതിനത് അട്രാക്റ്റീവ് ആവാൻ വേണ്ടി പെട്ടെന്ന്, അതുകൊണ്ടാണ് ഈ ഡ്രസ്സൊക്കെ കാവ്യാക്കി വന്നത്. കേരളത്തിൽ ഓറഞ്ച് അലർട്ടാണ്, അതുകൊണ്ടായിരിക്കും. ബ്രാൻഡിനോട് മാച്ച് ആയിട്ടുള്ള ഒരു വസ്ത്രത്തിന്റെ കളർ, അതായത് ആ കളർ ഡ്രസ്സാണ് ആ നായിക ധരിച്ചു വന്നത്. അത് കണ്ട് ഒരു പത്രപ്രവർത്തകൻ, നമുക്ക് ആരാണെന്ന് അറിയില്ല, ആളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല, ആള് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതെന്താണ് ഈ കളർ എന്നാണ് ചോദിച്ചത്. സാധാരണ ഒരു വസ്ത്രം ധരിച്ചു വന്നു, അതിൽ ആ നായിക എടുത്തു പറയുന്നത്, അതായത് നടി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ബ്രാൻഡിനോട് ചേർന്ന കളറാണ് ഞാൻ ഇട്ട് വന്നത്, അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഒരു അജണ്ടയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ബേസിലോ ഞാൻ വന്നതല്ല, അങ്ങനെ പറയുന്നുണ്ട്. ആ നായിക ഫസ്റ്റ് ചോദിക്കുന്നത് എന്റെ ചേട്ടാ എന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത്. കേരളത്തിൽ കാവ്യ വിലക്കുണ്ടോ? പണ്ടൊക്കെ സംഖ്യ ആക്കുന്നത് നമ്മുടെ ചരട് കെട്ടിയ സംഖ്യ, കൂട് തൊട്ടാൽ സംഖ്യ, അന്ന് രുദ്രാക്ഷം അണിഞ്ഞ സംഖ്യ. പക്ഷെ ഇപ്പൊ സംഖ്യ ആക്കുന്നതിന്റെ പല അളവുകോൽ ഇവർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. വസ്ത്രം, ഞാൻ ഇന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല, ആ വസ്ത്രം ധരിച്ചു വന്നാൽ അവൾ സംഖ്യയാണ്, അല്ലെങ്കിൽ അവൻ സംഖ്യയാണ്. കാവ്യം കൊണ്ട് കൊടുത്ത് അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ വഴിയിൽ ഇറങ്ങിയിരുന്നാൽ അവൻ സംഖ്യയാണ്. എന്തിന്? നമ്മുടെ വീടിന്റെ മുറ്റത്ത് അഴയില് കാവ്യമുണ്ട് ഉണക്കാനിട്ട് കഴിഞ്ഞാൽ അത് സംഖ്യയുടെ വീടാണെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പല തരത്തിലും ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നമുക്ക് വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ ഏത് വസ്ത്രവും ധരിക്കാനും ഏത് കളർ ഡ്രസ്സ് ധരിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ ഒരാളുടെ വസ്ത്രധാരണത്തെ അല്ലെങ്കിൽ ഒരാളുടെ വസ്ത്രം ധരിച്ചു വന്ന വസ്ത്രത്തിന്റെ കളറിനെ ചോദ്യം ചെയ്യുന്നത് എത്രത്തോളം മാന്യതയില്ലാത്തതാണെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ഈ ഒരു കാവ്യയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഷാരൂഖ് ഖാന്റെ പഠാൻ എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ബേജാരം രംഗ. അതിലെ നായിക ആയ ദീപിക പദുക്കോൺ ഒരു വസ്ത്രത്തിന്റെ കളർ, അതായത് ആ ഒരു കാവ്യയോട് സമാനമായിട്ടുള്ള ഒരു കളറായിരുന്നു. ആ കളർ ധരിച്ചു വന്നപ്പോൾ കുറച്ച് കോൺട്രവേഴ്സി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതാണ്. ആ സീൻ ഡിലീറ്റ് ചെയ്ത് കളയണം, അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ ഈ പ്രബുദ്ധ മലയാളികൾ, അതായത് നമ്മൾ സ്വയം നമ്മളെ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു ലേബലാണല്ലോ ഈ പ്രബുദ്ധ മലയാളികൾ. ഈ പ്രബുദ്ധ മലയാളികൾ അതിനെ ഇത്തരത്തിൽ ക്രിട്ടിസൈസ് ചെയ്തതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാവ്യ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ, ഒരു കാവ്യയുടെ കളർ കണ്ടു കഴിഞ്ഞാൽ ഇത്രമാത്രം എന്താണ് ഇവരുടെ പ്രശ്നം എന്നാണെന്ന് ചോദിച്ചത്. അത് 3 വർഷം മുന്നേ ആണ് ചോദിച്ചതെങ്കിൽ, 3-4 വർഷം മുന്നേ ആണ് ചോദിച്ചതെങ്കിൽ, പക്ഷെ ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഏതാണ്ട് അതുപോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ അവരിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് അവരെ നമ്മൾ കുറ്റം പറയുകയും ചെയ്യുമെങ്കിലും, പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കലാരൂപം എന്ന് പറയുന്നത് ആ ഒരു കുറ്റം പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കുറച്ച് ആളുകൾ അവരും നമ്മളുമായിട്ട് ഒരുപോലെയാണ് എന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി ഒരു ഡ്രസ്സ് ധരിച്ചാൽ ആ ഡ്രസ്സിന്റെ കളർ കണ്ട് ഇത്രമാത്രം അവർ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ എന്താണ് കാരണം? നമുക്കറിയാം, ഓറഞ്ച് അല്ലെങ്കിൽ കാവി വസ്ത്രം ഒരുപാടുണ്ട്. അതിന് അനുകൂലമായിട്ടുള്ള പല കളേഴ്സ് ഉള്ള, ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് IOC പമ്പ്, അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ യൂണിഫോമിന്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ ഇതേ കാവ്യാണ്. ഇനി ആ ഒറ്റ കാരണം കൊണ്ട് ഈ ചോദിച്ച വ്യക്തി അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ആളുകൾ അവിടെ കയറത്തില്ലേ? ആ അവിടെ നിന്ന് ഇന്ധനം നിറയ്ക്കത്തില്ലേ? പിന്നെ അതേപോലെ നമ്മുടെ ഫ്രൂട്ടി, അതേപോലെ മിറിണ്ട, ഇതേപോലെയുള്ളതൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ ബഹിഷ്കരിക്കുക, നമുക്ക് അറിയാൻ പാടുള്ളത് ചോദിക്കുകയാണ്. പക്ഷെ ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കറുപ്പിന് ഒരു വിലക്കുണ്ടായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ വഴിയിലൂടെ കറുത്ത മാസ്ക് ധരിച്ചു പോയൊരു അപ്പൂപ്പനെ വരെയും പിടിച്ചുകൊണ്ട് പോയൊരു സംഭവം നമ്മുടെ കേരളത്തിലുണ്ട്. എന്റെ അറിവിൽ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നിറത്തിന്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ധരിക്കുന്ന നിറത്തിന്റെ പേരിൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കറുപ്പിന്റെ ഇഷ്യൂ തന്നെയാണ്. കാരണം കറുപ്പ് ധരിച്ചു കഴിഞ്ഞവരെല്ലാം അന്ന് കരിങ്കോടി സീസൺ ആയിരുന്നു. അപ്പോൾ ആര് കറുത്ത ഡ്രസ്സ് ധരിച്ചു വന്നാലും അതൊക്കെ അദ്ദേഹത്തിനെ എതിർക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കളിയാക്കുക, ആക്ഷേപിക്കുക എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ആ ഒരു സമയത്ത് കറുപ്പ് വസ്ത്രം നിരോധിച്ച പോലെയാണ്. കാരണം പൊതുമധ്യത്തില് കറുത്ത ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കറുത്ത കൊട കൊണ്ടുപോയി കഴിഞ്ഞാൽ, അതേപോലെ
മാസ്ക് ധരിച്ചു കഴിഞ്ഞാലൊക്കെ വലിയൊരു രാജ്യദ്രോഹ കുറ്റം പോലെയാണ് അന്ന് ട്രീറ്റ് ചെയ്തിരുന്നത്. എന്താന്ന് വെച്ചാൽ അന്ന് കുറെ അഴിമതിയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ട് അദ്ദേഹത്തെ, അതായത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാണിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. ഓപ്പോസിറ്റ് പാർട്ടിയിലെ പലരും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഓപ്പോസിറ്റ് പാർട്ടിയിലെ ആളുകൾ കരിങ്കൊടി കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് നിരത്തില്, അതായത് റോഡുകളിൽ പോലും കറുത്ത വസ്ത്രമോ കറുത്ത കൊടയോ കറുത്ത മാസ്കോ കറുത്ത കവറോ കറുത്ത തുണിയോ എന്തിന് ഒന്നും, കറുത്ത ഹെൽമെറ്റ് പോലും വച്ചുകൊണ്ട് പോകാൻ സ്വാതന്ത്ര്യമില്ലാത്ത പോലെയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ചെറിയൊരു നിരോധനാജ്ഞ, കറുപ്പിന്റെ നിരോധനാജ്ഞ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത്തരത്തിലൊരു കറുത്ത വസ്ത്രം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കറുപ്പിനോട് മാത്രമായിരുന്നു അന്ന് നമ്മുടെ കേരളക്കാരെ കണ്ട ഏറ്റവും വലിയ ഒരു ഒരു അമർഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറി കാവ്യയോട് മാത്രമായിട്ട് ഒരു ടൈപ്പ് ഓഫ് പീപ്പിൾസിന്, അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങിന്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് അവർ വിശ്വസിക്കുന്ന, അതായത് കാവ്യ എന്നൊരു വസ്ത്രം ഒരു പാർട്ടിയുടെ കുത്തകയാണെന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ വസ്ത്രം ധരിച്ചിരുന്ന എല്ലാവരും, അതായത് ഈ കളർ ധരിക്കുന്ന എല്ലാവരും സംഘികളാണ് എന്നൊരു മൈൻഡിലേക്ക് വന്നിരിക്കുകയാണ്. പണ്ട് അമ്പലത്തിൽ പോയ പല ടൈപ്പ് ആളുകൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, വിശ്വാസികൾ പോകുന്നുണ്ട്, അതേപോലെ പല പാർട്ടിക്കാരും പോകുന്നുണ്ട്, BJP-ക്കാർ മാത്രമല്ല അമ്പലത്തിൽ പോകുന്നത്. പക്ഷേ അമ്പലത്തിൽ പോകുന്നവരെ പോലും ചില ആളുകൾ സംഘീവൽക്കരണം നടത്തുകയാണ്. ചന്ദനം തൊട്ട് കഴിഞ്ഞാൽ, കൂട് തൊട്ട് കഴിഞ്ഞാൽ സംഘിയാക്കുകയാണ്. അപ്പോൾ ഒരു വിശ്വാസം, നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു പാർട്ടിയെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഇപ്പോൾ ആ പാർട്ടിയുടെ കൊടിയുടെ നിറം ഈ കാവ്യാണ് അല്ലെങ്കിൽ ഓറഞ്ച് ആണ് എന്ന് വെച്ച് ഒരു നായിക ഇപ്പോൾ ആ വസ്ത്രം, ആ കളർ ഡ്രസ് ഇടുവാണ്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ആ കളർ ഡ്രസ് ഇടുവാണ്, ഒരു കാവ്യം കൊണ്ട് ഉടുക്കുകയാണ്. അങ്ങനെ ഉടുത്തു കഴിഞ്ഞാൽ എന്തിനാണ് അവരെ സംഖ്യയാക്കുന്നത്? അത്രമാത്രം നമ്മുടെ പ്രബുദ്ധ മലയാളികൾ സ്വയം ടാഗ് ലൈൻ എടുത്ത് വച്ചിരിക്കുന്ന പല ആളുകളും ശരിക്കും പ്രബുദ്ധ മലയാളികളാണോ? അതോ നമ്മുടെ മനസ്സിലെ കുറച്ച് നന്മകളും അതേപോലെ വിവേകവും അവിവേകവും തിരിച്ചറിയാൻ സാധിക്കുന്ന നമ്മുടെ കുറച്ച് ഔചിത്യ ബോധങ്ങളും പണ്ടേക്ക് നാട് കടത്തപ്പെട്ടു? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ എല്ലാം ഫാർ ബെറ്റർ ആണ് കേരളമെന്ന് നമുക്ക് തന്നെ അറിയാം. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഇത്തരം ഒരാളുകള് ഇങ്ങനെ ഫേക്ക് പ്രൊപ്പഗണ്ട ഉണ്ടാക്കി, അതായത് ഒരു കളർ ഡ്രസ്സ് പോലും ഇട്ട് കഴിഞ്ഞാൽ അതിന് ചോദ്യം ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതെത്ര മാത്രം ഈ ഒരു കളറിന്റെ പേരിൽ അമർഷവും വിദ്വേഷവും ഇവിടെ വേരുറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഇത് തന്നെയാണ്. കാരണം ഇന്ന് ഒരു നായിക ഈ ഒരു കളർ ഇട്ടുകൊണ്ട് വന്നു, ആ നായിക വ്യക്തമായിട്ട് ചോദിക്കുന്ന കാര്യമുണ്ട്, കേരളത്തിൽ കാവ്യക്ക് വിലക്കുണ്ടോ? എന്റെ അഭിപ്രായത്തിലും അല്ലെങ്കിൽ എനിക്കറിയാവുന്നതിലും നിങ്ങൾക്കറിയാവുന്നതിലും വെച്ച് കേരളത്തിൽ ഇപ്പോൾ യാതൊരു വിലക്കും കാവ്യക്കെന്നല്ല ഒരു കളർ വസ്ത്രത്തിനും ഇല്ല. ഇനി അങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു കറുപ്പ് കളർ വസ്ത്രം അല്ലെങ്കിൽ കറുപ്പ് ധരിച്ചിറങ്ങുന്നവർക്ക് വിലക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ ന്യൂസിലെല്ലാം കണ്ടതാണ്, അദ്ദേഹം വരുന്നുണ്ട്, അതായത് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നേരത്തിൽ ഇറങ്ങുന്നുണ്ട്, പ്രസംഗിക്കാൻ വരുന്നുണ്ട്, അവിടെ പരിപാടിയുണ്ട്, ദയവ് ചെയ്താലും കറുത്ത അതുകൊണ്ട് വരരുത്, മാസ്ക് കൊണ്ട് വരരുത് എന്നൊക്കെ ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്. എല്ലാത്തിനും നമ്മളത് പ്രചരിപ്പിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പൊ കേരളം കണ്ട ഏറ്റവും വലിയ കളർ നിരോധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് കറുപ്പിനായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി. അങ്ങനെയൊക്കെ മാറിക്കഴിഞ്ഞിട്ടും ഇപ്പോഴത്തെ ഈ ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. അതായത് ഒരു കളർ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവരിന്ന പാർട്ടിയാണെന്ന് വിലയിരുത്തുന്ന നമ്മുടെ പ്രബുദ്ധ മലയാളികളോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഒരാൾ ഒരു വസ്ത്രം ധരിച്ചു വന്നു കഴിഞ്ഞാൽ ആ വസ്ത്രത്തിന്റെ കളർ നോക്കിയിട്ടാണ് നിങ്ങൾ ഏത് പാർട്ടിയാണെന്ന് നിങ്ങൾ വിലയിരുത്തുന്നത്? അതോ അയാൾ കൂട് തൊട്ട് കഴിഞ്ഞാലാണോ നിങ്ങൾ ഏത് പാർട്ടിയാണെന്ന് വിലയിരുത്തുന്നത്? അതോ അയാളുടെ ചന്ദനക്കുറിയും അതേപോലെ രുദ്രാക്ഷമാലയും കയ്യിലെ ചരടും ഒക്കെ നോക്കിയിട്ടാണോ നിങ്ങൾ ഒരു പാർട്ടിയാണെന്ന് വിലയിരുത്തുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ചന്ദനക്കുറി തൊടുന്ന വിശ്വാസികളും ഉണ്ട്. അത് അവരൊരു പാർട്ടിയിലും അംഗമായിരിക്കില്ല, ചിലപ്പോൾ അവർക്ക് പാർട്ടി പോലും ഉണ്ടാവുകയില്ല, അവർ വിശ്വാസികൾ മാത്രമായിരിക്കും. അതേപോലെ രുദ്രാക്ഷം ഇടുന്നത് അത്രമാത്രം വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. പക്ഷെ അവരെയൊക്കെ സംഘിപ്പട്ടം ചാർത്താൻ നിൽക്കുവാണെങ്കിൽ ഇന്ന് ഈ കേരളത്തില് ഹിന്ദു വിശ്വാസികൾ എല്ലാവരും സംഘികളാണെന്ന് നിങ്ങൾ വിലയിരുത്തുമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു നിറം കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അറപ്പും വെറുപ്പുമാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പാർട്ടിയോട് നിങ്ങൾക്ക് വെറുപ്പാകാം, പക്ഷെ ആ പാർട്ടിയുടെ കൊടിയുടെ കളറ് ഇതാണെന്ന് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അതായത് ആ പത്രപ്രവർത്തകൻ ചോദിച്ചൊരു കാര്യമുണ്ട്, കേരളത്തിൽ മൊത്തം ഓറഞ്ച് അലേർട്ട് ആണല്ലോ എന്ന്. ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് മാത്രമല്ല, ഇവിടെ യെല്ലോ അലേർട്ട് ഉണ്ട്, യെല്ലോ അലേർട്ട് ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് യെല്ലോ അലേർട്ടിന്റെ കാര്യം പറയാത്തെ? അപ്പോൾ എല്ലാവർക്കും ഈ ഓറഞ്ചിനോടാണ് വിദ്വേഷം. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ ഫ്രൂട്ട്സ് ആയ ഓറഞ്ച് വരെ ഇവർ നിരോധിക്കോ? ഇതൊക്കെ മലയാളികൾക്ക് തന്നെ അപമാനകരമായിട്ടുള്ള, പറയുമ്പോൾ നമ്മൾ കേരള സാർ 100% ലിറ്ററസി സാർ എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ അവരെക്കാൾ താഴ്ന്നു പോയോ? അല്ലെങ്കിൽ നമ്മൾക്കുണ്ടായിരുന്ന ആ ഔചിത്യ ബോധം എവിടെയാണ് നഷ്ടപ്പെട്ടതെന്നാണ് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ടത്, ചിന്തിക്കേണ്ടത്.